ഏവർക്കും നമസ്കാരം. ഈ വർഷം SSLC THLC എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മൈ റേഡിയോ 90 FM അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമ്പിളി ടീച്ചർ, തൃശ്ശൂർ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്. എന്നോടൊപ്പം യദുകൃഷ്ണ ഇന്ന് എത്തിയിട്ടുണ്ട്. എൻ്റെ പേര് യദുകൃഷ്ണ, ഞാൻ ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നമ്മുടെ അമ്പിളി ടീച്ചറുടെ ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ്. പിന്നെ നമ്മുടെ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ടീച്ചറാണ്, നമ്മുടെ സംശയങ്ങളൊക്കെ പറഞ്ഞു തരാനും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടീച്ചറുടെ അടുത്ത് വന്നത്. പിന്നെ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, നമ്മുടെ പരീക്ഷ അടുത്താവാറായല്ലോ. അപ്പോൾ ടീച്ചറെ കുറച്ച് സംശയങ്ങളുണ്ട്, നമുക്ക് നോക്കാം. സംശയങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് പോവാം. ടീച്ചറെ, നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്? അതെ, എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈമിലെയും സെക്കൻഡ് ടൈമിലും നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതേ രീതിയിൽ തന്നെയാണ് പബ്ലിക് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വരിക. 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷ, അതുപോലെ തന്നെ 10 മാർക്കിൻ്റെ CE. എഴുത്ത് പരീക്ഷ TE വരുന്നത് 40 മാർക്കിൻ്റെ, അത് 4 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ടിൽ A പാർട്ടിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും, 1 വേർഡ്. അത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതേണ്ട ചോദ്യങ്ങൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലത്തെ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാവും. പിന്നെ B പാർട്ടിലും 5 ചോദ്യം ഉണ്ടായിരിക്കും, 2 മാർക്ക് വീതം വരുന്നത്. അപ്പം അതിലും 5 ചോദ്യം ഉണ്ട്, അതിലത്തെ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാവും. ഒരെണ്ണം നമുക്ക് കുറച്ച് പ്രയാസമുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. 2 സ്കോർ ഉണ്ട്, അപ്പോൾ 2 പോയിന്റ് വീതം ഉത്തരം വരുന്ന രീതിയിൽ ഉള്ള ഉത്തരങ്ങളായിരിക്കും. പിന്നെ മൂന്നാമത്തെ വിഭാഗത്തിൽ 3 മാർക്ക് വീതം ഉത്തരം മാർക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. അവിടെയും 5 ചോദ്യം, ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അവസാനത്തെ D വിഭാഗത്തിലും 5 ചോദ്യം ഉണ്ടാവും, 4 മാർക്ക് വീതം വരുന്നത് ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത് വന്ന പാറ്റേൺ തന്നെയാണ്. നമ്മുടെ കൂൾ ഓഫ് ടൈം ഒക്കെ നമ്മളെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണ്ടേ? അത് വേണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷയുടെ വിജയത്തിന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ആ ഒരു സമാശ്വാസ സമയം എന്നാണ് അതിന്റെ പേര് തന്നെ, കൂൾ ഓഫ് ടൈം ആണ്. കുട്ടി ഇപ്പൊ ഏതു വരുമ്പോ കുറച്ച് ടെൻഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? അത് കഴിയുമ്പോൾ നമുക്ക് ശരിയാവും. അപ്പൊ ഈ കൂൾ ഓഫ് ടൈം ശരിയായ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഷൻ പോലും നമുക്ക് ആ ഹോളിൽ കയറുമ്പോൾ ഉണ്ടാവില്ല. ഒരു പരീക്ഷയ്ക്ക് മുമ്പ്, നമ്മുടെ പരീക്ഷ 1.5 മണിക്കൂറാണല്ലോ, പരീക്ഷയ്ക്ക് മുൻപ് ഒരു 15 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യ പേപ്പറൊക്കെ കൃത്യമായി വായിച്ച് ഈ ചോദ്യത്തിന് ഈ ഉത്തരം എഴുതാം, അല്ലെങ്കിൽ ഇതിന് ഇത്ര സമയമുണ്ട് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ള സമയമാണത്. ആ സമയം ഫലപ്രദമായിട്ട് നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിളാടോ, ടെൻഷനൊന്നും ആവണ്ട. നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ ഓരോ യൂണിറ്റും ചെയ്ത് ഇപ്പോൾ റിവിഷനൊക്കെ കഴിഞ്ഞില്ലേ? ഒരു സെറ്റ് റിവിഷൻ കഴിഞ്ഞു. അപ്പൊ പിന്നെന്താ, അപ്പൊ നമ്മൾ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും, മികച്ച മാർക്ക് കിട്ടും. അപ്പൊ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉള്ളതിൽ കൃത്യമായി നമ്മൾ ചോദ്യ പേപ്പർ വായിച്ചു നോക്കുക. ഓരോ ചോദ്യത്തിനും ഞാൻ ഇത്ര ഉത്തരം എഴുതണം, ഓരോ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും എത്ര കണ്ട് എഴുതണം എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്ത് മനസ്സിലാക്കി കുറിച്ച് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള സമയം ക്രമീകരിച്ച് വെക്കാനുള്ള സമയമാണത്. ആ കൂൾ ഓഫ് ടൈം ഫലപ്രദമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ക്വസ്റ്റിനും ഉപചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മളപ്പം മനസ്സിലാക്കി ആദ്യത്തെ 2 ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞു, പിന്നെ ചിലപ്പോൾ 3 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ആ ഉപചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എഴുതി പോകണം. ടീച്ചറെ, നമ്മളെ ക്വസ്റ്റ്യൻ്റെ നമ്മളിപ്പോൾ പാർട്ട് ബിയിൽ ഒരു ചോദ്യം ഉണ്ട്, നമ്മൾ ആദ്യം എഴുതിയോണ്ട് കുഴപ്പമുണ്ടാവും? അങ്ങനെയൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് ബി ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ, ഇപ്പൊ മോനെ ഉദ്ദേശിക്കുന്നത് 8ാമത്തെ ചോദ്യമാണ്, അതാണ് ഞാനിപ്പോൾ ആദ്യം, അതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നത് എങ്കിൽ അത് നമ്പർ ഇട്ടിട്ട് എഴുതാം. പക്ഷെ നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ നമ്പർ ക്വസ്റ്റ്യനിൽ ഏതാണോ നമ്പർ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണോ നമ്പർ തന്നിട്ടുള്ളത് അത് തന്നെ നമ്മൾ എഴുതാം. ഇല്ല 1, 2 അങ്ങനെ തന്നെ എഴുതണമെന്നില്ല. 8ാമത്തെയാണ് അറിയുന്നതെങ്കിൽ 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം എഴുതാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നമുക്ക് കൃത്യം ഈക്വൽ വെയിറ്റേജ് ആണ്. നമുക്ക് ആകെ 7 യൂണിറ്റ് ആണല്ലോ ഉള്ളത്. ആ 7 യൂണിറ്റിൽ നിന്നും കൃത്യമായിട്ട് ഈക്വൽ ആയിട്ട് തന്നെയാണ് മാർക്ക് ഡിവിഷൻ
വന്നിട്ടുള്ളത്. അല്ലാതെ ഫസ്റ്റ് ടൈമിലത്തെ എക്സാം നമ്മുടെ കഴിഞ്ഞു, അതിൽ നിന്ന് ഇനി ചോദ്യങ്ങൾ അധികം ഉണ്ടാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ 9th-ലും 8th-ലൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പം അങ്ങനെയല്ല. ആനുവൽ എക്സാമിന്, പബ്ലിക് എക്സാമിന് 1 മുതൽ 7 വരെയുള്ള എല്ലാ യൂണിറ്റിൽ നിന്നും ഒരേപോലെ തന്നെയാണ് വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് വരിക. എല്ലാം ഒരുപോലെ പഠിക്കണം. ടീച്ചറെ, നമുക്ക് ചാപ്റ്ററിന്നേ ഓരോ സംശയങ്ങളുണ്ട്, ഓരോ ചാപ്റ്റർ. അപ്പൊ ടീച്ചർ പറഞ്ഞിരുന്നില്ല, യദുവിന് എല്ലാ സംശയവും നമ്മൾ തീർത്തിട്ട് വേണം പോവാൻ. എന്താ സംശയം ഉള്ളത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് വൈസ് ആയിട്ട് പറയാം അല്ലേ? നമുക്ക് എല്ലാ യൂണിറ്റ് വൈസ് ആയിട്ട് എല്ലാം 7 യൂണിറ്റിനെയും കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് പോവാം. ടീച്ചറെ, നമ്മുടെ ആദ്യത്തെ യൂണിറ്റില്ലേ, നമ്മുടെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ളത് അതൊന്ന് പറഞ്ഞു തരും. ഫസ്റ്റ് യൂണിറ്റിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന ഭാഗം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ട് അതിൽ നിന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ആ എലമെൻറ്റ്, ആ മൂലകം ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. പ്രധാന ഷെല്ലിൻ്റെ എണ്ണമാണ് എന്ത്? പീരീഡ്. പ്രധാന ഷെല്ലുകളുടെ എണ്ണമാണ് പീരീഡ്. പിന്നെ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലാണോ ഇരിക്കുന്നത് അതാണ് ബ്ലോക്ക്. പിന്നെ ഗ്രൂപ്പുകൾ 18 ഗ്രൂപ്പാണല്ലോ ഉള്ളത്. എസ് അവസാനത്തെ സബ് ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കി 1, 2 ആണെങ്കിൽ എസ്സിൽ 1, എസ്സിൽ 2 ആണെങ്കിൽ 1ഉം 2ഉം ഗ്രൂപ്പ്. ഡിയിലാണെങ്കിൽ ഡിയിലുള്ള ഇലക്ട്രോണിന്റെ കൂടെ 2 ചേർത്ത് കഴിഞ്ഞാൽ ഡിയിലെ ഗ്രൂപ്പ് കിട്ടും. പി ആണെങ്കിൽ പിക്ക് തൊട്ട് മുമ്പ് എസും ഡിയും ഉണ്ട്. ആ 12 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ പ്ലസ് പിയിലത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ പി കിട്ടും. അതിലത്തെയും ഗ്രൂപ്പുകളുടെ എണ്ണം കിട്ടും. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ ചോദിക്കാറുള്ളത്, തൊട്ട് മുന്നത്തെ അലസവാതകത്തിന്റെ ഇനർട്ട് ഗ്യാസിന്റെ സിമ്പൽ സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് എഴുതിയിട്ട് ബാക്കി വരുന്ന കോൺഫിഗറേഷൻ എഴുതുന്ന രീതിയുണ്ട്. അബ്രിവേറ്റഡ് ഫോം, ഷോർട്ട് ഫോമിൽ എഴുതുന്നു. അങ്ങനെയും ചുരുക്കം ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനർട്ട് ഗ്യാസുകൾ അവയുടെ സിമ്പൽ മനസ്സിലാക്കിയിരിക്കണം, ചോദിക്കാറുണ്ട്. പിന്നെ കെമിക്കൽ ഫോർമുല എഴുതാൻ ഒരു ഇതുണ്ട്. അതെങ്ങനെയാണ്? കെമിക്കൽ ഫോർമുല എഴുതണത് 2 എലമെന്റ് കൂടി ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുല അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. അത് XY അങ്ങനെ ഏതോ ആയിക്കോട്ടെ, 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എഴുതണം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, പുറത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കിട്ടുമല്ലോ. ആ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? വാലൻസി. അതല്ലേ വാലൻസി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറഞ്ഞാലാണ് ആ മൂലകം സ്ഥിരതയുള്ളത് അല്ലേ? ഒക്ടറ്റ് ഫിൽ ചെയ്ത. അപ്പൊ സ്ഥിരതയ്ക്ക് വേണ്ടി എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു, അതിന്റെ എണ്ണാണ് എന്ത്? വാലൻസി. വാലൻസി നോക്കിയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോണുകളുടെ എണ്ണം വിട്ടുകൊടുക്കണമെന്ന് നോക്കി വാലൻസി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ആള് എന്തായിരിക്കും? ഇലക്ട്രോ പോസിറ്റീവ്. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന ആറ്റം ഏതായിരിക്കും? ഇലക്ട്രോനെഗറ്റീവ്. എന്നിട്ട് നമ്മൾ ഈ കെമിക്കൽ ഫോർമുല എഴുതാൻ നിൽക്കുന്ന നേരത്ത് എന്ത് ചെയ്യണം? ആദ്യം ഏതിന്റെ സിമ്പൽ എഴുതണം? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ആറ്റത്തിന്റെ അല്ലെ? ആദ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആറ്റത്തിന്റെ സിമ്പൽ എഴുതി, പിന്നെ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആറ്റത്തിന്റെ സിമ്പൽ എഴുതി. എന്നിട്ട് അവയുടെ അതിന്റെ അടുത്തായിട്ട് മുകളിലായിട്ട് ഓരോന്നിന്റെയും ബാലൻസി എഴുതാം. അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യും നമ്മള്? അതന്നെ, ഈ വാലൻസികളെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിട്ട് ബേസ് റൂട്ടാക്കി പാദാംഗമാക്കി എഴുതും. 1 ആണെങ്കിൽ എഴുതേണ്ടതില്ല അല്ലെ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കെമിക്കൽ ഫോർമുല എഴുതും. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണ്ടേ? അത് പ്രധാനമായിട്ട് നമ്മുടെ ഡി ബ്ലോക്കിന്റെയും എഫ് ബ്ലോക്കിന്റെയും ആണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഡി ബ്ലോക്കിന്റെ 3 സവിശേഷതകൾ പറയേണ്ടത്, ഒന്ന് അവ പീരീഡിലും ഗ്രൂപ്പിലും ഒരേപോലെ തന്നെ ഒരേ സ്വഭാവങ്ങൾ കാണിക്കുന്നവയാണ്. പിന്നെ അടുത്തൊരു പ്രത്യേകത, അവ നിറമുള്ള കളേർഡ് കോമ്പൗണ്ട്സ്, നിറമുള്ള സംയുക്തങ്ങൾ തരുന്നു. അവയിൽ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ അയോണുകളുടെ സാന്നിധ്യം മൂലം അവ നിറമുള്ള സംയുക്തങ്ങൾ തരും. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, അവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കും അല്ലേ? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയ്ക്ക് ഒരു കാരണം ഉണ്ടല്ലോ. എന്തായിരുന്നു?
വിത്ത് എസ് ബ്ലോക്കും ആ അതിന്റെ ഡിഫറൻസ് അല്ലേ? 4Sലെയും 3Dയിലെയും ഊർജ്ജനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ ഡിഫറൻസ്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അവയ്ക്ക് പരസ്പരം 4Sലെ ഇലക്ട്രോണിന്റെയും 3Dയിലെ ഇലക്ട്രോണിന്റെയും വിട്ടുകൊടുക്കാനുള്ള കഴിവ് ഒരുപോലെയാ. അതുകൊണ്ട് അവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കും. പിന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഉണ്ടല്ലോ. ഉണ്ട്. എഫ് ബ്ലോക്കിന്റെ എലമെന്റ്സിന്റെ കൃത്യമായിട്ട് 2 ഉപയോഗങ്ങളും അതുപോലെ തന്നെ പ്രത്യേകതകളും നമ്മൾ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് അല്ലെ. റേഡിയോ ആക്റ്റീവ് ആണ്, പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ. അതൊന്ന് പഠിച്ചു വെച്ചോളൂ, അതും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ചോദിക്കാറുണ്ട്. പിന്നെ മോനൊരു കാര്യം, നമ്മൾ ഈ യൂണിറ്റിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരു സ്പെഷ്യൽ കേസ് വന്നിട്ടുണ്ട് ഇല്ലേ? അതെന്താന്ന് ഓർത്ത് പറഞ്ഞേ. കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും. അതന്നെ മിടുക്കൻ. കോപ്പറിനും ക്രോമിയത്തിനും എങ്ങനെയാ കോൺഫിഗറേഷൻ? ഹാഫ് ഫിൽഡ്, ഫുൾ ഫിൽഡ്, അങ്ങനെയല്ലേ? അതന്നെ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പകുതി നിറഞ്ഞവയ്ക്കും പൂർണ്ണമായി നിറഞ്ഞവയ്ക്കും കൂടിയ സ്ഥിരതയുണ്ട്. അപ്പോൾ ഡി ബ്ലോക്കിലെ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 10. പകുതി നിറയാന്ന് പറഞ്ഞാൽ 5 എണ്ണം നിറഞ്ഞാലോ അല്ലെങ്കിൽ പൂർണ്ണമായി 10 എണ്ണം നിറഞ്ഞാലോ സ്ഥിരതയുണ്ട്. അപ്പം അതിനു വേണ്ടി ഈ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ തന്നെ നമ്മളൊരു റീഅറേഞ്ച്മെന്റ് നടത്തും അല്ലേ. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണെങ്കിലും D5 4s1 എന്നും അവസാന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അതുപോലെ തന്നെ കോപ്പറിന്റെ ക്രോമിയം നമ്മൾ പറഞ്ഞു, കോപ്പറിന്റെ 29 ആണ്, അത് 3D10 4s1 എന്നുമാണ് എഴുതേണ്ടത്. അയോണുകളുടെയും അറിയാമല്ലോ. അയോൺ ആവുന്നത് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് പോസിറ്റീവ് അയോൺ ആവുന്നത്. അപ്പോൾ നിലവിലുള്ള ഇപ്പോൾ അയേണിന്റെ ഇരുമ്പിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്, 26. അതിൽ നിന്നും Fe2+ ആവുമ്പോൾ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുക. അപ്പോൾ 2 ഇലക്ട്രോൺ കുറച്ചിട്ടുള്ള കോൺഫിഗറേഷൻ വേണം നമ്മൾ എഴുതാൻ. ആ 2 ഇലക്ട്രോൺ കുറയുന്നത് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള 4sൽ നിന്നാണ്. ഇനി 3 ഇലക്ട്രോൺ ആണ് കുറയണമെങ്കിലോ ആദ്യം 4sൽ നിന്ന് 2 എണ്ണം കുറയും, പിന്നെ ഡിയിൽ നിന്ന് അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞു വരും. അതൊക്കെയാണ് അപ്പോൾ ഇമ്പോർട്ടൻസ് അല്ലേ. അതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിച്ചാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട് മോനെ, ഈ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതി പഠിക്കാറില്ലേ? ഇതൊക്കെ എഴുതി പഠിക്കണല്ലോ. വെറുതെ വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല മക്കളെ. നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ എഴുതി പഠിക്കണം. കുറേ കാര്യങ്ങളുണ്ട്. സയൻസ് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് കെമിസ്ട്രി വായിച്ചു പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട്, എഴുതി പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട്, ചെയ്ത് പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട്, കണ്ടുപഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ പഠനത്തിൻ്റെ എല്ലാ തലങ്ങളും കവർ ചെയ്യണതാണ് നമ്മുടെ രസതന്ത്ര പഠനം. അപ്പോൾ ഈ കോൺഫിഗറേഷൻ എഴുതുന്ന ഭാഗമൊക്കെ നമ്മൾ വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല പരീക്ഷാ സമയത്ത്. അപ്പോൾ അത് 1-2 തവണ ഒന്ന് കോൺഫിഗറേഷൻ കൃത്യമായിട്ട് നിങ്ങളൊന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എളുപ്പമായി സെറ്റാണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ ഗ്യാസ് ലോസുകൾ 3 ഉണ്ട്. അത് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ആ ലോസ് നമ്മൾ കറക്റ്റ് അതുപോലെ പഠിച്ചിരിക്കണം കേട്ടോ, ഡെഫിനിഷൻ. കാരണം അതൊരു സയന്റിസ്റ്റ് അദ്ദേഹം കണ്ടെത്തിയതാണ്. അപ്പോൾ അവിടെ നമ്മളുടെ ഒരു കൈക്കടത്തിൽ പറ്റില്ല. കൃത്യമായിട്ട് ആ ഒരു ഡെഫിനിഷൻ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ, അതിന്റെ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഗീവ് റീസൺ പറഞ്ഞിട്ട് ചോദിക്കും. കാരണം പറയുക എന്ന് പറഞ്ഞിട്ട് അക്വേറിയത്തിലെ താഴേന്ന് വരുന്ന ജലകുമിളകൾ മുകളിലേക്ക് എത്തുമ്പോൾ തോറും വലുതായി വരുന്നു. അതുപോലെ തന്നെ ചാൾസ് ലോ, ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് കിടന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്നു. പിന്നെ ബലൂൺ ഊതുമ്പോൾ ബലൂൺ വീർക്കുന്നു അല്ലേ. ഇത് 3 നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ ഇത് വെച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ ആ നിയമം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗണിത സമവാക്യം, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ലഘു പ്രോബ്ലംസ് ഉണ്ടാവും, അത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഭാഗം ഗ്യാസ് ലോസ് ആണ്, അതങ്ങനെ ചെയ്യാം. അതല്ലേ. പിന്നെ നമ്മുടെ അവഗാഡ്രോ നമ്പർ അത് വളരെ പ്രധാനപ്പെട്ടതാ. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളതല്ലേ, എന്താ ഉറക്കത്തിന്ന് ഏതൊറക്കത്തിന്ന് ചോദിച്ചാലും കുട്ടി എണീറ്റ് പറയേണ്ടതാണ് ഏത് അവഗാഡ്രോ നമ്പർ. ഒന്ന് പറഞ്ഞേ. 6.022 × 10⁻23. അതന്നെ, അത്രയും എണ്ണം. അതാണ് ആ എണ്ണത്തിന് പറയുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. അതൊരു ആറ്റം ആണെങ്കിൽ, ഒരു എലമെന്റിന്റെ ഒരു ആറ്റം ആണെങ്കിൽ അത് അറ്റോമിക് മാസ് ഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇത്രയും എണ്ണം കണികകൾ, പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. മോളിക്യൂൾ ആണെങ്കിൽ ആ മോളിക്യൂളിൽ ഇത്രയും എണ്ണം കണികകൾ ഉണ്ടായിരിക്കും. അത്രയും അളവിനെ പറയുന്ന പേരാണ് ഒരു മോൾ അല്ലേ.
പിന്നെ നമ്മുടെ STP. STP ആ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അതെ STP എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആ മിടുക്കാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, അവന് നല്ല ധാരണയുണ്ട്. പിന്നെ എന്തിനാ ടെൻഷൻ? എന്നാലും നമുക്ക് പബ്ലിക് എക്സാം അല്ലേ, ആദ്യമായിട്ട് എഴുതല്ലേ, അപ്പൊ അതിന്റെ ഒരു ചെറുതായിട്ടുണ്ടാവണം, നല്ലതാ. അപ്പോൾ STP എന്ന് വെച്ചാൽ 273 കെൽവിൻ, 273 കെൽവിൻ ടെമ്പറേച്ചറിലും ഒരു അന്തരീക്ഷം, ഒരു ATM പ്രഷറിലും അതിനെയാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, STP എന്ന് പറയുന്നത്. അതില് 22.4 ലിറ്റർ അല്ലേ? അതെ, അത്രയും അളവെടുക്കുകയാണെങ്കിൽ അവഗാഡ്രോ എണ്ണം പാർട്ടിക്കിൾസ് കിട്ടണമെങ്കിൽ 22.4 ലിറ്റർ, 22.4 ലിറ്റർ ആണ് STP അളവ്. ടീച്ചർ അടിപൊളിയായി പഠിപ്പിച്ചല്ലേ, എന്നാലും ഒന്ന് റിവിഷൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ, അതില് കുറെ റിയാക്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റിൽ തന്നെ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ വിത്ത്, അതൊന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞു തരും. അത് ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലേ, ആ സെല്ലുകൾ വരുന്ന യൂണിറ്റ്. അതിൽ തുടക്കത്തിൽ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്. റിയാക്ടിവിറ്റീനെ പറ്റി പറയണത് ഏതാണ് കൂടുതൽ റിയാക്റ്റീവായ മെറ്റൽ എന്ന് കുട്ടികൾക്കൊരു ധാരണ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ കുറേ മെറ്റൽസ് പീരിയോഡിക് ടേബിളിൽ നോക്കി നമ്മൾക്ക് അറിയാലോ, പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ ഏതാണ് കൂടുതൽ റിയാക്റ്റീവ് എന്ന് കുട്ടിക്ക് സംശയം, അതറിയാൻ വേണ്ടിയിട്ടാണ് മെറ്റലിൻ്റെ സോഡിയം, അതുപോലെ തന്നെ മഗ്നീഷ്യം, അയേൺ, കോപ്പർ, ഇങ്ങനെ മെറ്റൽസിനെടുത്ത് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് നോക്കി, ഓർക്കണുണ്ടല്ലോ. ആസിഡിൽ റിയാക്ട് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ എയറിൽ വെച്ചാൽ എന്തുണ്ടാവും എന്നുള്ള കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ചെയ്ത് നോക്കി അല്ലേ. അപ്പോൾ ചെയ്തപ്പോൾ സോഡിയം ഒക്കെ വളരെ പെട്ടെന്ന് പച്ചവെള്ളത്തിൽ പോലും അല്ലേ ഓടി നടന്ന് കത്തണ കണ്ടില്ലേ, ഓടി നടന്ന് റിയാക്ട് ചെയ്യണതായിട്ട് കണ്ടു. എന്നാൽ കോപ്പർ ഒന്നും റിയാക്ട് ചെയ്തതേ ഇല്ല അല്ലേ. അപ്പം ചില ലോഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും, ചിലത് സാവധാനം അല്ലെ, ചിലത് ഒട്ടും റിയാക്ട് ചെയ്യൂല. അപ്പൊ അത് നോക്കിയിട്ടാണ് റിയാക്ടിവിറ്റി സീരീസ് എഴുതി വെച്ചിട്ടുള്ളത്. പാത്രങ്ങളില് തിളക്കം നഷ്ടപ്പെടുന്നത്, അതെ അതെ, ഡെയിലി ലൈഫിൽ കാണുന്നതാണല്ലോ. അപ്പൊ അതില് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും, അതാണ് അപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതിനെ പറ്റിയിട്ട്. ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആദേശ രാസപ്രവർത്തനം അല്ലെ, അത് ഈ റിയാക്ടിവിറ്റി സീരീസ് അറിയണം. അതിനാണ് ആദ്യം അത് പറഞ്ഞത്. റിയാക്ടിവിറ്റി സീരീസ് നോക്കി കഴിഞ്ഞിട്ട് ആ റിയാക്ടിവിറ്റി കൂടിയ ലോഹം കുറഞ്ഞ ലോഹത്തിന്റെ സൊല്യൂഷനിൽ നിന്ന് അതിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഡിസ്പ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ ആദേശം ചെയ്യുന്നു അല്ലേ. നമ്മളെന്നാലും ടേംസ് ഒക്കെ ഇപ്പൊ പറഞ്ഞു പോയിട്ടുണ്ട് ക്ലാസ്സിൽ തന്നെ അല്ലേ, കേട്ട് ശീലം. ആദേശം ചെയ്യും, ഒന്ന് മാറി മറ്റൊന്ന് വരും, അങ്ങനെ ആദേശം ചെയ്യുന്നു എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ക്രിയാശീലം കൂടിയത്, റിയാക്ടിവിറ്റി കൂടിയത് കുറഞ്ഞതിന്റെ സൊല്യൂഷനിലായിരിക്കുമ്പോൾ അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള റിയാക്ഷൻ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആ രണ്ട് ഉണ്ടല്ലോ മെറ്റൽസിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അത് ആ പുസ്തകത്തിൽ ചോദിച്ചത് തന്നെ നമ്മളോട് ചോദിക്കുള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്നെ ഒന്ന് മനസ്സിലാക്കി അതന്നെ ഒരു 4-5 എണ്ണം ഉണ്ടല്ലോ കമ്പാരിസൺ, അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കോളും. പിന്നെ നമ്മുടെ ഓക്സിഡേഷനും റിഡക്ഷനും സെല്ല് വരുമ്പോൾ അല്ലേ, അത് ഓക്സിഡേഷൻ നടക്കുന്ന ആ റിയാക്ഷൻ ഏതാ? ഓക്സിഡേഷൻ ആനോഡും കാഥോഡല്ലേ ഉദ്ദേശിച്ചത്? ആനോഡിൽ ഗാൽവാനിക് സെല്ല്. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് സംശയമുണ്ട്, എന്റെ ഫ്രണ്ട്സിനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടീച്ചറോടൊന്ന് ചോദിക്കുകയാണ്, ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ അതല്ലേ? അപ്പൊ അതിനെ പറ്റി ടീച്ചർ ഒന്ന് പറഞ്ഞു തരും. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ. അപ്പോൾ സിങ്കും കോപ്പറും തമ്മിൽ ചേർന്നിട്ടാണ് ഒരു സെല്ല് രൂപീകരിക്കുന്നത് എങ്കിൽ സിങ്ക് ആണ് അതിലത്തെ റിയാക്ടിവിറ്റി കൂടിയത് അല്ലെ, കൂടിയതിന് ഓക്സിഡേഷൻ നടക്കും, കൂടിയത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അതിന് ഓക്സിഡേഷൻ. അപ്പൊ നമുക്ക് റിയാക്ഷൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാവും അറിയില്ല, എന്നാലും ഞാൻ പറയാം. Zn + 2 ഇലക്ട്രോൺസ്, Zn gives Zn2 + 2 ഇലക്ട്രോൺസ് അല്ലെ, വിട്ടുകൊടുക്കണം. അത് ആ വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോണിനെ തൊട്ടപ്പുറത്ത് നമ്മൾ കോപ്പർ പറഞ്ഞു അല്ലെ, ആ കോപ്പർ ആക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. അപ്പോൾ Cu2 + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അത് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ നമ്മൾ ആനോഡിൽ ഉപയോഗിക്കും. അതെ അതെ, അതുകൊണ്ടാണ് നമ്മൾ സിങ്ക് എടുത്തത്. അതെ, നമ്മൾ 2 എണ്ണം തന്നു കഴിഞ്ഞാൽ ആ റിയാക്ടിവിറ്റി സീരീസിലെ റിയാക്ടിവിറ്റി കൂടിയതായിരിക്കും ആനോഡിലുണ്ടാവും. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ, ആ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. പിന്നെ നമ്മൾ ആനോഡിൽ യൂസ് ചെയ്യണ മെറ്റലിന്റെ സൊല്യൂഷൻ ആക്കി എടുക്കണ്ടേ. സിങ്ക് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഏതും മാറി മാറി ചോദിക്കാം. അപ്പോൾ ഏതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇതിലെ കറക്റ്റ് ഫ്ലോ ഇങ്ങനെ നടക്കണമെങ്കിൽ എന്ത് വേണം?
ഒരെണ്ണം കൂടെ ചേർക്കണ്ടേ? സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ് വേണം അല്ലേ? ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോൾട്ട് ബ്രിഡ്ജ് വേണം. പിന്നെ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യണം. അതെ, വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യണം. അതിന്റെ ഇലക്ട്രോൺ പ്രവാഹ ദിശ സൂചിപ്പിക്കണം ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്. പിന്നെ അന്ന് ചിത്രം വരയ്ക്കാൻ അത് ചോദിക്കാറുണ്ട്, ക്ലാസ്സിൽ ചോദിച്ചിട്ടില്ലേ? പക്ഷെ ചിത്രം വരയ്ക്കാൻ ചോദിക്കില്ല കേട്ടോ. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതിന്റെ ഒരു ഫിഗർ ഉണ്ടായിരിക്കും. എന്നിട്ട് അതിൽ മാർക്ക് ചെയ്യാൻ സാധാരണ അങ്ങനെയാ ചോദിക്കാറില്ല ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട്. ആ ചിത്രം തന്നിട്ട്, കാരണം നമുക്ക് 1.5 മണിക്കൂറല്ലേ ഉള്ളൂ പരീക്ഷ, ചിത്രം വരച്ച് അത്രയും സമയം നമുക്ക് തികയില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ചിലപ്പോൾ ബ്രാക്കറ്റിൽ തരും ഈ സിങ്കും കോപ്പർ സൾഫേറ്റും കോപ്പറും അങ്ങനെയൊക്കെ തന്നിട്ട് ലേബൽ ചെയ്യാനായിട്ട്, ലേബൽ ചെയ്ത് വരയ്ക്കാൻ പറഞ്ഞിട്ട് തരും. ആനോഡിൽ ഏതാണ്, അല്ലെങ്കിൽ ഫിഗർ കുട്ടി തെറ്റായി മാർക്ക് ചെയ്തതാണ്, ആ കുട്ടി മാർക്ക് ചെയ്ത് ശരിയാക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കാം. നമ്മൾ ശരിയായ രീതിയിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇലക്ട്രോളിറ്റിക് സെൽ സെയിം അല്ല, അവിടുത്തെ ആ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ, ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ, അതിലൊരു മാറ്റവും ഇല്ല. അത് ശരി. അപ്പൊ അതായിരുന്നു കുറച്ച് ടഫ് ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻ വരുമല്ലോ. പിന്നെ മോൾട്ടൺ NaCl സൊല്യൂഷനിൽ അത് നമ്മൾ പഠിച്ചിരിക്കണം. സോഡിയം ക്ലോറൈഡ് വെറുതെ സോഡിയം ക്ലോറൈഡിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഇലക്ട്രിസിറ്റിനെ കടത്തിവിടില്ല. ഇലക്ട്രിസിറ്റിനെ കടത്തിവിടണമെങ്കിൽ അതൊന്ന് ഉരുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിക്കണം. അപ്പോൾ ഉരുകിയ സോഡിയം ക്ലോറൈഡ്, അതാണ് മോൾട്ടൺ NaCl. അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അത് Na+ Cl- ആയി മാറും. എന്നിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ളത് നെഗറ്റീവിലേക്കും, നെഗറ്റീവ് പോസിറ്റീവിലേക്കും, ആനോഡിലേക്ക് ക്ലോറിനും കാഥോഡിലേക്ക് സോഡിയവും ചെല്ലും. പക്ഷേങ്കിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൊരു വ്യത്യാസമുണ്ട്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വാട്ടറും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആനോഡിലേക്ക് ക്ലോറിൻ, കാഥോഡിലേക്ക് H+ അയോൺസ് അല്ലേ? അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം കേട്ടോ. അവിടെ നടക്കുന്ന റിയാക്ഷനും കെമിക്കൽ റിയാക്ഷനും എഴുതി പഠിച്ചോളൂ കേട്ടോ. ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രിസിറ്റി വൈദ്യുതി കടത്തി വിട്ടിട്ട് ഒരു ലോഹത്തുമ്മേ ഒരു ലോഹം പൂശി അല്ലേ? അപ്പൊ അത് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഏതാ വെക്കേണ്ടത് അത് ചോദിക്കാറുണ്ട്. അതറിഞ്ഞിരിക്കണം. ഏതുമ്മലാണോ നമ്മൾ കോട്ട് ചെയ്യണത്. ഇപ്പൊ ഇരുമ്പ് വളയമേ ചെമ്പ് പൂശിയാണെങ്കിൽ, ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശിയാണെങ്കിൽ ആ ഇരുമ്പ് വളയാണ് നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യണത് അല്ലേ? അതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനലിൽ ചെമ്പിന്റെ സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം അല്ലേ? അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ. ഇലക്ട്രോപ്ലേറ്റിങ്ങിന്റെ എന്തിനാ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തണത്, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണത്? തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ കൊറോഷൻ കുറയ്ക്കാൻ, ലോഹനാശനം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ ലോഹങ്ങളുടെ ഒക്കെ ഭംഗി കൂട്ടാൻ വേണ്ടി. ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനെ അതൊക്കെ ആ ആവശ്യങ്ങൾക്കൊക്കെ ഇലക്ട്രോപ്ലേറ്റിംഗ്. പിന്നെ നിങ്ങളുടെ വാഹന സൈക്കിളിന്റെ ഒക്കെ ക്രോമിയം പ്ലേറ്റഡ് പോളിഷ് ചെയ്തത്. അപ്പൊ അതൊക്കെയാണ് അതില്. പിന്നെ നമ്മുടെ യൂണിറ്റ് 4 മെറ്റൽസിന്റെ അതില് നമ്മുടെ ഓറുകളെ പറ്റി പഠിക്കണ്ടേ? ഓറുകളുടെ കെമിക്കൽ ഫോർമുലകൾ അത് വളരെ പ്രധാനപ്പെട്ടതാ. അത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതപ്പോ പഠിക്കണല്ലേ? മിനറൽസും ഓർസും ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു മെറ്റല് കിട്ടുന്നത്, മെറ്റലിന്റെ മിനറൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ തന്നെ ഉണ്ടല്ലോ, എല്ലാം മണ്ണിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ ശുദ്ധീകരിച്ച് എടുക്കണം. അത് ആ ഭാഗമാണ് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിൽ പറയണത്, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൽ പറയണത് അല്ലേ? അപ്പൊ മെറ്റൽ അടങ്ങിയിട്ടുള്ളതിനെ പറയണതാണ് മെറ്റലിന്റെ മിനറൽ അല്ലേ? പക്ഷേ എങ്കിൽ നമ്മൾ ഏത് മിനറലിൽ നിന്നാണോ ഈ മെറ്റലിനെ പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നത്, ശുദ്ധീകരിച്ച് എടുക്കുന്നത്, അതിനെ പറയണതാണ്, ഏതിൽ നിന്നാണ് എടുക്കുന്നത് അതാണ് ആ മെറ്റലിന്റെ ഓർ അല്ലേ? ഒരു നല്ല ഓറിന് വേണ്ട ഗുണങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാത്തിനും നമ്മൾക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറേ ചിലവുണ്ടാവും. കുറേ ചിലവ് നടത്തി കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ചാവും കിട്ടുക. അപ്പം അത് ഗുണകരമാവില്ലല്ലോ. അപ്പം ഏറ്റവും നല്ല ഓറ് ഏതാണ്, എങ്ങനെയാ കണ്ടുപിടിക്കുക, എങ്ങനെ അറിയാം? ഒരു നല്ല ഓറിന് വേണ്ട ഗുണങ്ങൾ, ഒരു നല്ല അയിരിന് വേണ്ട ഗുണങ്ങൾ. അതെ, എളുപ്പം കിട്ടുന്നതാവണം, എളുപ്പം സെപ്പറേറ്റ് ചെയ്യണതായിരിക്കണം, ചെലവ് കുറവായിരിക്കണം, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയുള്ള
ഒരു മെറ്റലിന്റെ മിനറലിനെയാണ് നമ്മൾ അതിന്റെ ഓർ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഒരു 4 മെറ്റൽസിന്റെ ഓറുകളെ പറ്റിയിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ. ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെ, കോപ്പറിന്റെ, സിങ്കിന്റെ അല്ലേ. അത് പഠിച്ചിരിക്കണം കേട്ടോ. 1 വേർഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതിന്റെ ഫോർമുലയും പഠിക്കണം. വേണം വേണം വേണം. പിന്നെ നമ്മുടെ 3 സ്റ്റെപ്സ് ഉണ്ടല്ലോ നമ്മുടെ മെറ്റല് മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 3 ഘട്ടങ്ങളുണ്ട് അല്ലേ. ആദ്യത്തെ ഘട്ടം കോൺസെൻട്രേഷൻ, അയിരിന്റെ സാന്ദ്രീകരണം. പിന്നെ രണ്ടാമത്തെ ഘട്ടം എക്സ്ട്രാക്ഷൻ, വേർതിരിക്കൽ. പിന്നെ റിഫൈനിങ്, ശുദ്ധീകരിക്കൽ. ഈ കോൺസെൻട്രേഷനിൽ തന്നെ 4 മാർഗങ്ങളുണ്ട് അല്ലേ. 4 മാർഗത്തിൽ കൂടെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ നടത്തിയെടുക്കുക. അപ്പോൾ അതിന് ചോദ്യങ്ങൾ വരും, നമുക്ക് ഡൗട്ട് വരും, ഒരു കൺഫ്യൂഷൻ വരും ഏതിന്റെയാണെന്ന്. ലെവിഗേഷനും ഫ്ലോട്ടേഷനും തമ്മിൽ നമുക്കൊരു ഡൗട്ട് വരാം. ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേ. ലെവിഗേഷൻ എന്ന് വെച്ചാൽ ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെ, വെള്ളമൊഴിച്ച് കഴുകുക. ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ മണ്ണിൽ നിന്ന് കിടക്കുന്ന ആ ലോഹ ധാതുവിലെ ധാരാളം അഴുക്കുണ്ടാവുമല്ലോ, മണ്ണെന്നല്ലേ കിട്ടണത്. അപ്പൊ അഴുക്കുണ്ടാവുമ്പോൾ നമ്മൾ അതിനെ കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കുമ്പോൾ അതിലത്തെ കുറെ അഴുക്കൊക്കെ പോകും. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം ആ എടുക്കുന്ന ആ മെറ്റൽ കണ്ടന്റിന് ഭാരം കൂടുതൽ, ഡെൻസിറ്റി കൂടുതൽ. അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള ആ മാലിന്യം, അതിലടങ്ങിയിട്ടുള്ള ആ ഇമ്പ്യൂരിറ്റിക്ക് ഡെൻസിറ്റി കുറവും ആണെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഈ അരിയൊക്കെ വീട്ടിൽ അമ്മയൊക്കെ അരി കഴുകണ കണ്ടിട്ടുണ്ടാവും അല്ലെ. അരിയൊക്കെ കഴുകുമ്പോൾ അതിന്റെ മുകളിൽ ചിലപ്പോൾ വല്ല പേപ്പറോ നൂലോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അരിയുടെ ഇടയിലാണെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല. അത് വെള്ളത്തിലേക്ക്, ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി വരും അല്ലേ. അല്ലെങ്കിൽ പേപ്പറാണെങ്കിൽ പൊങ്ങി വരും. അപ്പൊ നമുക്കത് ചെരിച്ച് കളഞ്ഞാൽ പോകും. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഈ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. നമുക്കത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഡെൻസിറ്റി കുറഞ്ഞത് അങ്ങോട്ട് മുകളിലേക്ക് വരും അല്ലേ. അപ്പൊ അതിനെ ചെരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തിയാവും. ആ മെത്തേഡാണ് ലെവിഗേഷൻ. ഗോൾഡിന്റെ കോറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡാണ്. എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇങ്ങനെ ചോദിക്കുക. ഈ മെറ്റലിന്റെ അല്ലെങ്കിൽ ഈ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു, എക്സ്പ്ലെയിൻ, അങ്ങനെയാണ് ചോദിക്കല്. പിന്നെ ഫ്ലോട്ടേഷൻ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലവന പ്രക്രിയ എന്ന് പറയും മലയാളം മീഡിയത്തിൽ. പ്ലവന പ്രക്രിയ അവിടെ നേരെ തിരിച്ച്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓറിന് ഡെൻസിറ്റി കൂടുതലും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റിക്ക് ഡെൻസിറ്റി കുറവും എന്നും പറഞ്ഞോളൂ. ഇത് നേരെ തിരിച്ച്, ഓറിന് ഡെൻസിറ്റി കുറവും ഇമ്പ്യൂരിറ്റിക്ക് ഡെൻസിറ്റി കൂടുതലുമാണെങ്കിൽ ഒരു പൈൻ മരം എന്ന് പറഞ്ഞിട്ടുള്ള ആ മരത്തിന്റെ ഓയിലിൽ വെച്ചിട്ട് ഇതിനെ പതപ്പിക്കുകയാണ്, ഫ്രോത്ത് ഉണ്ടാക്കുകയാണ്. പതപ്പിച്ചിട്ട് ആ പത സെപ്പറേറ്റ് ചെയ്തിട്ട് പതയിൽ നിന്ന് പിന്നെ മറ്റ് മാർഗങ്ങളിലൂടെ ഈ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. പിന്നെ 2 മെത്തേഡ് നമുക്ക് എളുപ്പമാണ് അല്ലെ, മാഗ്നറ്റിക് സെപ്പറേഷനും ലീച്ചിങ്. മാഗ്നറ്റിക് സെപ്പറേഷൻ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം അല്ലേ. അതെ അതെ, അത് നമുക്ക് ഓർത്താ അറിയാലോ. കാന്തത്തിന് ഇരുമ്പ് വസ്തുക്കളെ ആകർഷിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് റോളറിൽ വെച്ച് കറക്കിയിട്ട് ടിന്നൊക്കെ അതല്ലേ, ടിൻ സ്റ്റോൺ ഒക്കെ ഈ മെത്തേഡിലാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മള് ലെവിഗേഷൻ, ലീച്ചിങ് നമ്മള് അലുമിനിയം അല്ലേ, അലുമിനിയത്തിന്റെ ഓർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബോക്സൈറ്റ് അല്ലേ, അതിനെ അനുയോജ്യമായ ഒരു സൊല്യൂഷനിൽ വെച്ച് ഡിസോൾവ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുക. സൊല്യൂഷൻ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ, അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്ട്രാക്ഷൻ. അപ്പൊ ഈ 4 മാർഗങ്ങളാണ് നമ്മളിപ്പോ ഈ പഠിക്കുന്ന ഏത് കോൺസെൻട്രേഷന്റെ 4 മാർഗങ്ങൾ അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് എക്സ്ട്രാക്ഷൻ. എക്സ്ട്രാക്ഷനിൽ 2 രീതികൾ പറയുന്നുണ്ട്. ആദ്യം ഓക്സൈഡ് ആക്കി മാറ്റണം, പിന്നെ റെഡ്യൂസ് ചെയ്യണം. ആ ഓക്സൈഡിനെ റിഡക്ഷൻ നടത്തണം. ഓക്സൈഡ് ആക്കാൻ 2 മാർഗമുണ്ട്. ഏതൊക്കെയാ? കാൽസിനേഷനും. അതെ, കാൽസിനേഷനും പിന്നെ ടീച്ചർ റോസ്റ്റിംഗ്. എന്താ പ്രത്യേകത ഓർക്കണുണ്ടോ കാൽസിനേഷന്റെ റോസ്റ്റിംഗിന്റെയും? ആബ്സെൻസ് ഓഫ് എയർ അതല്ലേ. അത് ടീച്ചർ ഒന്ന് പറഞ്ഞു തരും, ഞാൻ മറന്നു. അപ്പൊ നമ്മൾ ഈ കോൺസെൻട്രേഷൻ നടത്തിയിട്ടുള്ള ആ ഓറുണ്ടല്ലോ, അതിനെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ എയറിന്റെ പ്രസൻസിൽ മെൽറ്റിംഗ് പോയിന്റില് താഴെ വെച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ അതിന് എയറിന്റെ പ്രസൻസിലാണെങ്കിൽ അതിനെ റോസ്റ്റിംഗ് എന്ന് പറയും. എയർ ഇല്ലെങ്കിൽ അത് കാൽസിനേഷൻ. അപ്പൊ കാർബണേറ്റും ഹൈഡ്രോക്സൈഡും കാൽസിനേറ്റ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. എന്നിട്ട് ഈ കാൽസിയം അല്ലെ ഈ ഓക്സൈഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടമുള്ളത് അതിനെ റെഡ്യൂസ് ചെയ്യണം. നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റിനെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. അത് എന്താ കാരണം? അത് നല്ല റിയാക്ടിവിറ്റി കൂടിയതാണെങ്കിൽ, സോഡിയം പോലെയൊക്കെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്തെടുക്കണമെങ്കിൽ
ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം. അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്താൽ മതി. പിന്നെ റിഫൈനിങ് അല്ലേ? റിഫൈനിങ്ങിൽ 4 സ്റ്റെപ്പ് ഉണ്ട്. 3 എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. കൺഫ്യൂഷൻ ആവരുത്. ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക. മെറ്റലർജി അതിൽ ആദ്യം കോൺസെൻട്രേഷനിൽ 4 എണ്ണം, ആ 4 ഹെഡിങ് എഴുതി ഏതിൻ്റെയൊക്കെയാണെന്ന് അവിടെ എഴുതി വയ്ക്കും. പിന്നെ അപ്പുറത്ത് എക്സ്ട്രാക്ഷൻ്റെ 2 എണ്ണം. അതിലത്തെ ആദ്യത്തേതിൽ കാൽസിനേഷനും റോസ്റ്റിങ്ങും, പിന്നെ റിഡക്ഷൻ നടത്താനായിട്ട് ഇലക്ട്രിസിറ്റി, കാർബൺ മോണോക്സൈഡ്. അങ്ങനെ നമ്മളൊന്ന് ചാർട്ട് പോലെ എഴുതി കാണുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് പഠിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഓർമ്മയുണ്ടാവും. റിഫൈനിങ്ങിന് 3 മാർഗം അല്ലേ? ഡിസ്റ്റിലേഷൻ, പിന്നെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഉണ്ട്. ഈ ഡിസ്റ്റിലേഷനിൽ ലിക്വേഷനും ഉണ്ടല്ലേ? ഡിസ്റ്റിലേഷനിൽ എന്താ പ്രത്യേകത? അത് ഡിസ്റ്റിലേഷൻ ഉണ്ടെങ്കിൽ ഡിസ്റ്റിൽ ചെയ്യുക, സ്വേദനം നടത്തുക എന്ന് പറയില്ലേ. ഇത് ഇതിന്റെ എന്താ പറയാ, ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവയൊക്കെയാണ് ഇങ്ങനെ ഡിസ്റ്റിൽ ചെയ്ത്. നമ്മൾ 8ാം ക്ലാസ്സിൽ ഡിസ്റ്റിലേഷൻ പഠിച്ചിട്ടില്ലേ? അതിന്റെ വേപ്പർ വന്ന് സെപ്പറേറ്റ് ചെയ്ത് തണുപ്പിച്ചെടുക്കണത്. അങ്ങനെ ഡിസ്റ്റിൽ ചെയ്തെടുക്കും. ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. ടിന്നും 2ഉം ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആണ്. അവ ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ഉരുകി വരും. അത് ലിക്വേഷൻ എന്നുള്ള മെത്തേഡ്. പിന്നെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, അതൊക്കെയാണല്ലേ. പിന്നെ അയണിന്റെ പ്രിപ്പറേഷൻ, അത് ഇക്വേഷൻ നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അയണിന്റെ പ്രിപ്പറേഷനിൽ ആ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാ. പിന്നെ ആ ഒരു ഫർണസ് ഉണ്ടല്ലോ, ഒരു ചൂളയിൽ വെച്ചിട്ടല്ലേ ചെയ്യാം. ആ ചൂളയുടെ പേര് എന്താ? ഫർണസാ? അതന്നെ, ബ്ലാസ്റ്റ്. അടിയിൽ നിന്ന് അമിതമായിട്ടുള്ള ആ ചൂട് ഓക്സിജന്റെ പ്രസൻസിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഒരു ബ്ലാസ്റ്റ് ഓഫ് എയർ ആണ്. അപ്പൊ അതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയും. പിന്നെ അതില് ആ ചൂളയിലേക്ക് ഇട്ട് കൊടുക്കുന്ന റിയേജൻസ് ഏതൊക്കെയായിരുന്നു? ഫ്ലക്സും അതാണോ? അല്ല, മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കില്ലേ? നമ്മൾ ഉണ്ടാക്കാൻ പോണത് അയൺ അല്ലേ, ഇരുമ്പിന്റെ അല്ലേ? അപ്പൊ ഇരുമ്പിന്റെ ഓർ ആണ് ഇട്ട് കൊടുക്കുക. ഏതൊക്കെയാ? ഹെമറ്റൈറ്റും, പിന്നെ കോക്കും, പിന്നെ ചുണ്ണാമ്പുകല്ല്, കാൽസ്യം കാർബണേറ്റ് അല്ലേ, ലൈംസ്റ്റോൺ. ഇത് ഇട്ട് കൊടുക്കും ചൂളയിൽ നിന്ന്. ഈ കാർബൺ മോണോക്സൈഡ് ഇട്ട് കൊടുക്കുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ കൃത്യമായിട്ട് തന്നെ എഴുതി പഠിച്ചോളണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് വരുന്നത് ഫ്ലക്സ്, സ്ലാഗ്, ഗ്യാങ്. ആ ഓറിനകത്തുള്ള ആ ഇമ്പ്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് നമ്മൾ ഗ്യാങ്. ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന വസ്തുക്കളാണ് ഫ്ലക്സും ഗ്യാങ്ങും ചേർന്നുണ്ടാവുന്നതാണ് സ്ലാഗ്. അത് ജസ്റ്റ് ആ ഇക്വേഷൻ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ കിട്ടും. ഇക്വേഷൻ ആയിട്ട് തന്നെ അത് എഴുതി പഠിക്കണം. പിന്നെ സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതൊക്കെ നമ്മൾ കാർബൺ കണ്ടന്റ് അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. നിക്രോം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പൊ അതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ഇതിന്റെ പ്രോപ്പർട്ടി മാറുന്നുണ്ട്. പ്രോപ്പർട്ടി മാറുമ്പോ അതിന്റെ യൂസും മാറും അല്ലേ? അത് നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയാ, ചെറിയ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ തന്നെ അങ്ങനെ ഓഡ് വൺ ഔട്ട് ആക്കിയിട്ട് ചോദിക്കലുണ്ട്. പിന്നെ അതില് എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം, അത് ഇമ്പോർട്ടന്റ് അല്ലേ? അതെ, അതും എഴുതി പഠിക്കണം. എഴുതി തന്നെ പഠിക്കണം. ഇക്വേഷൻസ് അതാ പറഞ്ഞ, കെമിസ്ട്രി തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ രീതിയിലും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി. വായിച്ചും പഠിക്കാനുണ്ട്, എഴുതിയും പഠിക്കാനുണ്ട്, കണ്ടും പഠിക്കാനുണ്ട്, ചെയ്തും പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഈ എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം 2 ഘട്ടമായിട്ടാണല്ലോ. ആദ്യം ലീച്ചിങ് നടത്തും. പിന്നെ ലീച്ചിങ് നടത്തിയതിനെ നമ്മൾ ചെയ്തിട്ട് ഇലക്ട്രോളിസിസ് നടത്തിയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അത് എഴുതി പഠിക്കണം അല്ലേ? പിന്നെ നമ്മുടെ യൂണിറ്റ് 5 അല്ലേ? യൂണിറ്റ് 5 അതിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ലേ, അമോണിയയുടെ, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? യൂണിറ്റ് 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ മെറ്റൽസ് അല്ലേ? അമോണിയ വരുന്നത് അത് പ്രധാനപ്പെട്ടതാ. അതിലൊരു ഫിഗർ തന്നിട്ടില്ലേ തുടക്കത്തിൽ തന്നെ? അമോണിയ നിർമ്മിക്കാനുള്ള റിയേജൻസ് ഒക്കെ തന്നിട്ടൊരു ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഫിഗറിൽ നിന്ന് കുറേ ചോദ്യങ്ങളുണ്ട് അല്ലെ? ആദ്യം തന്നെ ഇത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അമോണിയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡും. ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഓർക്കണില്ലേ ക്ലാസ്സിൽ നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത സ്മെല്ലൊക്കെ അഞ്ചന്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ളത് സ്മെല്ലായിരുന്നു. ഒരു സ്മെല്ലൊക്കെ വന്നതും അങ്ങനെ അമോണിയ ബേസിക് ആണെന്ന് കണ്ടതും ഒക്കെ ഓർക്കണുണ്ടല്ലോ. അപ്പോൾ ഈ അമോണിയ നിർമ്മിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ അളവിലുള്ള വാട്ടർ മോയ്സ്ചർ ഉണ്ടാവും. ആ മോയ്സ്ചറിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജാറിൽ കൂടെ കടത്തി വിടും അല്ലേ. അതിൻ്റെ പേരൊക്കെ ഉണ്ട്, ശോഷക സ്തംഭം, ഡീഹൈഡ്രേറ്റിംഗ് ജാറ്, അതിലൂടെ ഇതിനെ കടത്തി വിടും. അപ്പോൾ ഇതിലത്തെ ജലാംശത്തിന് മുഴുവൻ അതങ്ങോട്ട് നീക്കം ചെയ്യും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, പ്യുവറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ജലമാംശമൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അമോണിയ കൃത്യമായിട്ട് നമുക്ക് കിട്ടും അല്ലേ. പിന്നെ നമ്മുടെ ജാറ് ശ്രദ്ധിച്ചൂല, അത് ആ ജാറ് കമഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. എന്താ മലർത്തി വെച്ചാൽ നമ്മളിപ്പോ ഗ്ലാസ് ഒക്കെ നിർത്തിയിട്ടില്ല ഇരിക്കണത്. എല്ലാം അങ്ങനെയല്ലേ, കെമിസ്ട്രി ലാബിലും നമ്മൾ രാസവസ്തുക്കളൊക്കെ അങ്ങനെയല്ലേ വെച്ച് കണ്ടത്. എന്തിനാ കമഴ്ത്തി വെച്ചിരുന്നു അല്ലേ. ഇതായിരുന്നു കാരണം, ഡെൻസിറ്റി. അമോണിയയുടെ ഡെൻസിറ്റി എയറിനേക്കാൾ കുറവാണ്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകും, എസ്കേപ്പ് ചെയ്ത് പോകും അല്ലേ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ജാറിനെ കമഴ്ത്തി വെച്ചു. അത് ശരി. പിന്നെ ലിക്വിഡ് അമോണിയയും ഡിഫറൻസ് എന്താ? അത് കുട്ടികളെ തെറ്റിക്കാറുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും പഠിച്ചൊക്കെ ഇരിക്കും. എന്നിരുന്നാലും പെട്ടെന്ന് അതൊരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് വരും. ലിക്വർ അമോണിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അമോണിയ വെള്ളം ഒഴിച്ച് ചേർത്തിട്ടുള്ളത് അക്വസ് സൊല്യൂഷൻ. ജലീയ ലായനി, അമോണിയയുടെ ജലീയ ലായനിയെ പറയുന്ന പേരാണ് ലിക്വർ അമോണിയ. ലിക്വിഡ് അമോണിയ എന്ന് വെച്ചാൽ പ്രഷർ കൊടുത്തിട്ട് അമോണിയയെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ LPG ഗ്യാസ് ഉണ്ടല്ലോ, കുക്കിംഗ് ഗ്യാസ്. ആ കുക്കിംഗ് ഗ്യാസ് അല്ലേ, പക്ഷെ അതിന്റെ ഉള്ളിലത്തെ ഗ്യാസ് എങ്ങനെയാ ഇത്രയും പോകുന്ന പാത്രത്തിലല്ലേ, അതിന്റെ വെയിറ്റ് ഒക്കെ എഴുതിയിട്ടില്ലേ, 14.2 എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഇത്രയും അളവിലുള്ള ഗ്യാസ് ഇരിക്കുന്നത്. അത് എങ്ങനെയാ കൊണ്ടത്, ഗ്യാസ് ഇങ്ങനെ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കണതല്ലേ. അത് ലിക്വിഡ് പ്രഷർ കൊടുത്ത് ലിക്വിഫൈ ചെയ്തു, മർദ്ദം കൊടുത്തിട്ട് അത് ലിക്വിഫൈ ചെയ്തു. അപ്പൊ അങ്ങനെ ലിക്വിഫൈ ചെയ്തിട്ടുള്ള അമോണിയനെ പറയുന്ന പേരാണ് ലിക്വിഡ് അമോണിയ. ആ ഡിഫറൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ, അത് നമ്മൾ പഠിക്കണം. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം, അത് എങ്ങനെയാ? കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മളൊരു സ്റ്റേറ്റിലെത്തുമ്പോഴല്ലേ. അത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിന് മുൻപ് നമ്മളൊരു സംഭവം ഉണ്ടല്ലോ, ഈ അമോണിയം ക്ലോറൈഡിന്റെ ഒരു റിയാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അമോണിയം ക്ലോറൈഡ് എടുത്തിട്ട് ചൂടാക്കിയപ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ചിട്ട് എന്തായി, അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡായി മാറും എന്ന് പറഞ്ഞു അല്ലെ. ഈ അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും അമോണിയം ക്ലോറൈഡും ആവും. എന്ന് വെച്ചാൽ ഇത് രണ്ട് ഭാഗത്തേക്കും ഒരുപോലെ നടക്കുന്ന രാസപ്രവർത്തനം അല്ലെ, റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പൊ ഇരുഭാഗത്തേക്കും ഉഭയദിശാ പ്രവർത്തനം എന്ന് പറയും, ഇരുഭാഗത്തേക്കും. അപ്പൊ റിയാജന്റ് രാസവസ്തുക്കൾ പ്രവർത്തിച്ചിട്ട് ഉൽപ്പന്നമാകുന്നതിനെ ഫോർവേഡ് റിയാക്ഷൻ, പുരോപ്രവർത്തനം. ആ ഉൽപ്പന്നം തിരിച്ച് ബാക്കിലേക്ക് രാസവസ്തുക്കൾ തന്നെ ആയി മാറുകയാണെങ്കിൽ അതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഈ രണ്ട് റിയാക്ഷനും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, എല്ലാ റിയാക്ഷനും ഇരുഭാഗത്തേക്ക് നടക്കില്ല. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഉണ്ടല്ലോ, ആസിഡും ആൽക്കലീൻ തമ്മിലുള്ള റിയാക്ഷൻ, അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലവണം വെച്ചിട്ടുണ്ടെങ്കിൽ സാൾട്ടും വാട്ടറും ആയി കഴിഞ്ഞു. പിന്നെ ആ സാൾട്ടും വാട്ടറും തിരിച്ചാവോ, സാൾട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആസിഡ് ആൽക്കലി ആവോ? ഇല്ല, അതവിടെ ഫിക്സഡ് ആണ്. ആ റിയാക്ഷൻ അവിടെ നടന്ന് കഴിഞ്ഞു, പിന്നെ അവിടെ മാറ്റം ഉണ്ടാവണം. പക്ഷേ എങ്കിൽ ചില റിയാക്ഷൻസ് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അമോണിയം ക്ലോറൈഡ് അത് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി മാറും. അവ കുറച്ചു നേരം അനങ്ങാണ്ടിരുന്നാൽ അത് വീണ്ടും കമ്പൈൻ ചെയ്ത് അമോണിയം ക്ലോറൈഡ് ആയി തീരും. ഇപ്പം ഇരുഭാഗത്തേക്ക് നടക്കും. അപ്പൊ ഈ ഇങ്ങനെ ഇരുഭാഗത്തേക്ക് നടക്കുന്ന റിയാക്ഷനിൽ അവിടെയാണ് ഈ കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള ടേം വരുന്നത് അല്ലെ. അപ്പോൾ അവിടെ ഒരു ഗ്രാഫൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഗ്രാഫ് മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന ഒരു ഫോർവേഡ് റിയാക്ഷന്റെ, താഴത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് ബാക്ക്വേർഡ് റിയാക്ഷന്റെ രണ്ടും കൂടി കൂടിച്ചേരുന്ന ഒരു പോയിന്റ്, ആ സന്തുലനാവസ്ഥ, ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, അതിന്റെ പ്രത്യേകതകൾ അല്ലേ. അതിൽ റിയാക്ടന്റും പ്രൊഡക്റ്റും കോഎക്സിസ്റ്റ് ചെയ്യും, ഒരേ സമയം നിലനിൽക്കും. അതിന്റെ 3 പോയിന്റ്സ് ഉണ്ട് ടെക്സ്റ്റിൽ. അത് ആ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ആ പ്രത്യേകതകൾ, സവിശേഷതകൾ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതൊക്കെ ഒന്നും കൂടി ഒന്ന് ഓർത്തിരുത്ത കഴിഞ്ഞാൽ കിട്ടിക്കോളും കേട്ടോ. പിന്നെ നമ്മുടെ ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ, ഡെഫിനിഷൻ അത് ഇമ്പോർട്ടന്റ് ആണല്ലേ. പിന്നെ കോണ്ടാക്ട് പ്രോസസ് ഉണ്ടല്ലോ, അത് സൾഫ്യൂരിക് ആസിഡിന്റെ അല്ലേ വരുന്നത്? അതെ അതെ. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കണ്ടേ?
വേണം വേണം വേണം. ഈ പ്രൊഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ എഴുതി തന്നെ പഠിക്കണം. കുറെ ഉണ്ട്. എല്ലാം തന്നെ എഴുതി തന്നെ പഠിക്കണം. നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്ത് പോയ പോലെ തന്നെ എഴുതി പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ ആ ഓരോ ഘട്ടം ഉണ്ടല്ലോ, സൾഫറും ഓക്സിജനും, സൾഫർ ഡൈ ഓക്സൈഡ്, പിന്നെ സൾഫർ ട്രയോക്സൈഡ് ആവുന്നത്, ഒലിയം ഫോം ചെയ്യണത്, പിന്നെ ഒലിയത്തിനെ നേർപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടും, എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, ഫോഗ് ഫോം ചെയ്യണതൊക്കെ, അതെല്ലാം എഴുതി പഠിക്കണം. പിന്നെ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ, സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഡ്രൈയിങ് നേച്ചറും ഉണ്ട്, ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറും ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ അമോണിയ നിർമ്മാണത്തിൽ മോയിസ്ചറിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈയിങ് ടവറിന്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടു എന്ന് പറഞ്ഞല്ലോ. ആ ഡ്രൈയിങ് ടവറിന്റെ ഉള്ളിൽ കാൽസ്യം ഓക്സൈഡ് നീറ്റിക നിറച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോഴാണ് അവിടെ നിന്ന് നമ്മൾ വെള്ളത്തിന് നീക്കം ചെയ്തത് അല്ലേ. അപ്പോൾ അവിടെ ഈ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് കാൽസ്യം ഓക്സൈഡ് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സൾഫ്യൂരിക് ആസിഡ് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാന്ന് ചോദിക്കില്ലേ. അപ്പൊ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു സംശയം ചോദിക്കാം. ഏത് തന്നെയാ തോന്നുന്നുണ്ട്, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്തേ അവിടെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തേ. ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാന്ന്. അമോണിയ എന്ത് സ്വഭാവം ഉള്ളതാ, ബേസിക് സ്വഭാവം. സൾഫ്യൂരിക് ആസിഡോ അവിടെ എന്ത് നടക്കും അപ്പോ, ന്യൂട്രലൈസേഷൻ അല്ലേ. അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ, മനസ്സിലാക്കിയിരിക്കണം. അമോണിയ നിർമ്മാണത്തില് എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാത്തത്. കാരണം അമോണിയ ബേസിക് നേച്ചർ, ബേസിക സ്വഭാവമുള്ളതാണ്. സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ബേസിക് നേച്ചർ ഉള്ളതും അമോണിയയും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആകും. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ്സ്, അതിന്റെ ഇക്വേഷൻ ഉണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റാ. ഒരു പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടിക്ക് ടെക്സ്റ്റ് ബുക്കിലത്തെ ഈച്ച് ആൻഡ് എവറി സെന്റൻസ് ഇമ്പോർട്ടൻ്റാ. സൾഫേറ്റുകളെ തിരിച്ചറിയുന്ന വിധം പരീക്ഷണം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് HCl ഒഴിച്ച് നോക്കണതൊക്കെ, ആ പരീക്ഷണം എങ്ങനെ തിരിച്ചറിയാം. നിങ്ങൾക്ക് ഒരു സാൾട്ട് തന്നിരിക്കുന്നു, അത് സൾഫേറ്റ് ആണോ എന്ന് നമുക്ക് സംശയമുണ്ട്, അത് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടാണല്ലോ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ആ ചെയ്യുന്നത് ആദ്യം അതിൽ ബേരിയം ക്ലോറൈഡ് ഒഴിച്ച് നോക്കുന്നു, അപ്പൊ അതില് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കാണുന്നു ഇല്ലേ. അപ്പൊ നമ്മൾ ചെയ്തില്ലേ ഒബ്സർവേഷൻ ഇൻഫറൻസ് എന്നുള്ള രീതിയിൽ, നിരീക്ഷണം നിഗമനം എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ പരീക്ഷണക്രമം എഴുതാനായിട്ടും ചോദിക്കും. അങ്ങനെ എഴുതി അവസാനിപ്പിക്കണം. പിന്നെ നമ്മള് ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് കിടക്കുകയാണ് അല്ലേ. ഓർഗാനിക് ചെയ്തതിന് കുറച്ചുകൂടി താല്പര്യം തോന്നുന്നു അല്ലേ. എനിക്കിഷ്ടമാണ് പഠിക്കാനും. പിന്നെ അതിന്റെ നെയിമിംഗ് ഒക്കെ ഇഷ്ടമാണ്. അത് എന്റെ ഫ്രണ്ട്സിന് കുറച്ച് കൺഫ്യൂഷൻ ടീച്ചർ ഒന്ന് പറഞ്ഞു തരും. അതെ. അപ്പോൾ ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സിന്റെ പഠനമാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അവിടെ അറിയേണ്ടത് കാർബണിന്റെ വാലൻസി സംയോജകത 4, അതാണ് ഏറ്റവും ബേസിക് ആയിട്ട്. അപ്പോൾ കാർബണിന്റെ വാലൻസി 4 കൃത്യമായിട്ട് എഴുതാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് അതാണല്ലോ നെയിമിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഒരു പേര് തന്നിട്ട് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാര്യം. തുടക്കത്തിൽ തന്നെ അവിടെ നമുക്കൊരു സ്ട്രക്ചറൽ ഫോർമുലേനെ പറ്റിയിട്ടും കണ്ടൻസ്ഡ് ഫോർമുലേനെ പറ്റിയിട്ടും മോളിക്കുലർ ഫോർമുലേനെ പറ്റിയിട്ടും പറഞ്ഞു. അതൊരു ധാരണ നമ്മൾ 9ലെ തന്നെ പഠിച്ചിട്ടൊരു ധാരണയിലുണ്ട് അല്ലേ. അപ്പോൾ ഈ നെയിമിംഗ് കൊടുക്കുമ്പോൾ പേര് എഴുതാനായിട്ട് പറയുമ്പോൾ IUPAC നെയിമിംഗ് ആണല്ലോ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അല്ലേ. അവരുടെ അതിൽ നിന്നാണ് നമ്മൾ പേര് വന്നിട്ടുള്ളത്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് എന്നാണ് ചോദ്യം വരിക. അപ്പോൾ അറിയണമെങ്കിൽ ആദ്യം ഇതിൻ്റെ കാർബൺ അടങ്ങിയിട്ടുള്ള കാർബണിന്റെ എണ്ണം അനുസരിച്ച് എത്ര എണ്ണം, കാർബൺ 1 ആണെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്റ്റ്, 9 നോൺ, 10 ഡെക്ക് അല്ലേ. അത് നമ്മൾ വേർഡ് റൂട്ടായിട്ട് പദമൂലമായിട്ട് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ANE ENE YNE പിന്നെ അതിന്റെ സഫിക്സ് വരണതാണ്. ആ സഫിക്സ് കാർബൺ തമ്മിലുള്ള ബോണ്ടിങ് നോക്കിയിട്ട് അല്ലേ. ഏകബന്ധനം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ വെച്ചിട്ട് പേര് എഴുതും. അപ്പൊ കാർബണിന്റെ എണ്ണം 4 എണ്ണമാണ് ഉള്ളത്. അതിന്റെ ഇടയിൽ ബോണ്ട് സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിന്റെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്നാണല്ലോ പറയുക, പൂരിത സംയുക്തങ്ങൾ. അപ്പൊ അത്തരം കോമ്പൗണ്ട്സിന്റെ പേര് എഴുതുമ്പോൾ ANE ആൽക്കെയിൻ. ഒരു ജനറൽ ഫോർമുല ഉണ്ടല്ലോ ആൽക്കേനുകൾക്കും ആൽക്കീനുകൾക്കും, അതന്നെ.
അതൊന്ന് മൂന്നെണ്ണത്തിന് നമുക്കൊന്ന് ഓർത്ത് നോക്കി പോവാം. ആൽക്കേൻ്റെ ജനറൽ ഫോമിൽ എന്താ? ആൽക്കെയിന്റെ CnH2n+2. +2. ആൽക്കീനിന്റെയോ ഡബിൾ ബോണ്ട് ഉള്ളത് CnH2n. ആൽക്കൈനാകുമ്പോൾ CnH2n-2. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് വർഗീകരിക്കാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്കൊരു 8 9 എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സിന്റെ മോളിക്കുലർ ഫോമുല തന്നിട്ട് അതിൽ നിന്ന് ആൽക്കേനുകളെയും ആൽക്കീനുകളെയും ആൽക്കൈനുകളെയും ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഫോമുല നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികളുടെ അടുത്ത് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. കാർബണിന്റെ എണ്ണത്തിൽ നിന്ന് ജസ്റ്റ് ഇരട്ടിയാണെങ്കിൽ CnH2n ആൽക്കീൻ, അത് തെറ്റില്ല. ജസ്റ്റ് ഇരട്ടിയിൽ നിന്ന് 2 കൂടിയാൽ ആൽക്കെയിൻ ANE, ജസ്റ്റ് ഇരട്ടിയിൽ നിന്ന് 2 കുറഞ്ഞാൽ ആൽക്കൈൻ. അപ്പൊ അത് തെറ്റിക്കാതെ ചെയ്യാറുണ്ട് കുട്ടികൾ. ഈ സിംഗിൾ ബോണ്ട് ആവുമ്പോഴാണ് സാച്ചുറേറ്റഡ്, ഡബിൾ ബോണ്ട് ആവുമ്പോൾ അൺസാച്ചുറേറ്റഡ് ആയി. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അത് കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നു, അതാണ് ചോദിക്കുന്നത്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ട് ആവുമ്പോൾ അൺസാച്ചുറേറ്റഡ്. നിങ്ങൾ കമ്പൈൻഡ് ആയിട്ട് ഇരുന്ന് പഠിക്കണ്ടേ അല്ലേ? അത് എപ്പോഴും നല്ലതാ. നമ്മളുടെ കമ്പൈൻ സ്റ്റഡി എപ്പോഴും നല്ലതാ. കാരണം നമുക്കറിയാത്ത, നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്യാതെ പോയ കുറെ കാര്യങ്ങളൊക്കെ മറ്റാരെങ്കിലും പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിയിട്ട് അത് പഠിച്ച് കയറാൻ പറ്റും. നല്ലതാണ്. പിന്നെ നമ്മള് ചെയിൻ കോമ്പൗണ്ട്സ് ഇല്ലേ, നമ്മളതിൽ നെയിമിങ് ചെയ്യുമ്പോൾ കുറെ പേർക്ക് സംശയമുണ്ട്. ഇപ്പൊ ചെയിൻ ഇങ്ങനെ അടിയിലേക്ക് വരാന്ന്, അത് എടുക്കാൻ പാടില്ല എന്ന് കുറെ പേർക്ക് സംശയം. എല്ലാവരും വിചാരം ബ്രാഞ്ച്, അതെല്ലാവരും വിചാരം സ്ട്രെയിറ്റ് ആണ്. ടീച്ചറെ എങ്ങനെയാ? ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിമിങ് ചോദിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിൻ മാത്രം അല്ല മെയിൻ ചെയിൻ. ചിലപ്പോ ഒരു മാലയുണ്ടല്ലോ, മുത്തുമാലയിലെ മുത്തുകൾ കോർത്ത പോലെയാണ് ഈ കാർബണിന്റെ ഘടന, ഈ കോമ്പൗണ്ടിലെ കാർബണിന്റെ ഘടന. അതിപ്പോ ഈ മാലയുടെ ലോക്കറ്റ് നമുക്ക് ഇവിടെ വെക്കാം, വേണമെങ്കിൽ ആ ലോക്കറ്റ് ഏറ്റവും അറ്റത്ത് തൂക്കാം എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഏറ്റവും നീളം മുറിയാതെ പോകുന്ന ഏറ്റവും നീളം കൂടിയിട്ടുള്ള ചെയിൻ ഏതാ നോക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള ചെയിൻ. അതിൽ നിന്ന് വരുന്ന ചെറിയൊരു ഭാഗം ബ്രാഞ്ച്, അതായിരിക്കും അതിന്റെ ബ്രാഞ്ച്. അപ്പൊ ചിലപ്പോ നമുക്ക് ചെരിഞ്ഞൊക്കെ തരും, താഴത്തുനിന്ന് വന്ന് പിന്നെ വന്ന് മുകളിലേക്കൊക്കെ വരും. അപ്പൊ ഏറ്റവും നീളം കൂടിയത് ഇങ്ങനെ എണ്ണി നോക്കണം. അങ്ങനെയാണ് ഏറ്റവും നീളം കൂടിയ ചങ്ങല കണ്ടുപിടിക്കുന്നത്. അത് നല്ല സുഖ, ഒരു കളി പോലെയല്ലേ? ഓർഗാനിക് കെമിസ്ട്രി നല്ല ഒരു കൗതുകല്ലേ. പിന്നെന്താ സംശയം? കുറെ ഉണ്ടായിരുന്നു, കുറെ പേര് അങ്ങനെ ചോദിച്ചു. പിന്നെ നമ്മുടെ ആലിസൈക്ലിക്കും ആരോമാറ്റിക്കും. ആലിസൈക്ലിക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈക്ലിക് ആയിട്ട് വരുന്ന ഹൈഡ്രോ കാർബൺസിനെയാണ് ആലിസൈക്ലിക് എന്ന് പറയാം. ഇപ്പൊ പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാർബണാണ്. അത് നീളത്തിലാവുമ്പോൾ ചെയിൻ കോമ്പൗണ്ട്സ്. അത് തന്നെ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു C പിന്നെ C പിന്നെ C ട്രയാങ്കിൾ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ കാർബണിന്റെ വാലൻസി 4 അത് വെച്ച് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് സൈക്ലിക് കോമ്പൗണ്ട് ആവുമല്ലോ. അങ്ങനെ വരുന്നതാണ് ആലിസൈക്ലിക്. പിന്നെ അരോമാറ്റിക്കിൽ ഒരു ബെൻസീൻ, ഒരു അരോമ സ്മെല്ലുള്ള കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ബെൻസീൻ, നിങ്ങൾക്ക് ഹാഫ് ഇയറിലേക്ക് ചോദിച്ചിരുന്നല്ലോ അല്ലെ, ബെൻസീന്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട്. സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വരുന്ന ഒരു സ്ട്രക്ചർ. അങ്ങനെ അല്ലേ ടീച്ചർ? നമ്മൾ ഐസോമറിസം ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് അല്ലേ? അതെ, ഐസോമർസ് ഇമ്പോർട്ടന്റ് ആണ്. അതില് ഡെഫിനിഷൻ പറയുമ്പോൾ ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. ഒരേ മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് അല്ലേ? ഐസോമറിസം തന്നെ 3 എണ്ണമായി തിരിച്ചിട്ടുണ്ട് അല്ലേ? ചെയിൻ ഐസോമറിസം, ഫങ്ഷണൽ, പൊസിഷൻ. അത് ഓരോന്നായിട്ട് ടീച്ചർ ഒന്ന് പറഞ്ഞു. ഓക്കെ. ചെയിൻ ഐസോമറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ചെയിനിൽ 2 കോമ്പൗണ്ട്സ് ഉണ്ടാവുമല്ലോ, അതിലെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. ഈ സ്ട്രക്ചർ വ്യത്യാസമാവാൻ കാരണം അവയുടെ എന്താണ്, ഈ സ്ട്രക്ചർ വ്യത്യാസമുള്ള കാരണം അവയുടെ ചെയിനിലുണ്ടാകുന്ന മാറ്റം. ചിലപ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ ആവാം ഒരെണ്ണത്തിന്റെ, രണ്ടാമത്തേന് ഒരു ബ്രാഞ്ച് വരും. ഇങ്ങനെ ചെയിനിലുണ്ടാകുന്ന മാറ്റം മൂലമുണ്ടാകുന്ന ഐസോമറുകളാണ് ചെയിൻ ഐസോമർ. പിന്നെ ഫങ്ഷണൽ ആണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി വരുന്നത് മൂലം. അല്ല, നമ്മൾക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞില്ല. ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞില്ല അല്ലേ? അത് ഇത് പറഞ്ഞിട്ട് ഈ ഫങ്ഷണൽ ഐസോമറിസം പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം അല്ലേ? അപ്പോൾ ആൽക്കഹോളുകളും അതേപോലെ തന്നെ ഈ ഈഥറുകളും ഫങ്ഷണൽ ഐസോമറുകളാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി വരുന്നത് മൂലമുണ്ടാകുന്ന ഐസോമറിസം ഫങ്ഷണൽ ഐസോമറിസം. പിന്നെ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഹാലോ ഗ്രൂപ്പ് ആണെങ്കിലും അവയുടെ പൊസിഷൻ, സ്ഥാനം മാറി വരുന്നത് മൂലമുണ്ടാകുന്ന ഐസോമർസ് ആണ് പൊസിഷൻ ഐസോമർസ്. അപ്പൊ നമുക്ക് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് പറയാം അല്ലേ? നമുക്ക് പ്രധാനമായിട്ടും എത്ര 4 എണ്ണല്ലേ പറയുന്നുള്ളൂ. OH-ഉം
COH-ഉം പിന്നെ ഏതായിരുന്നു ഹാലോ ഗ്രൂപ്പും OR ഈഥറുകളുടെ ഓക്സി അല്ലേ, ഓക്സി, മീത്തോക്സി മീഥൈൽ. അതൊക്കെ ഓർക്കണില്ലേ? അതിന്റെ പേരാ മറന്നേ. പേര് മറക്കരുത് കേട്ടാ. OH ഉള്ളത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൽക്കഹോളുകൾ. പിന്നെ COH ഉള്ളത് കാർബോക്സിലിക് ആസിഡ്. നമ്മൾ ആസിഡുകൾ എന്ന് പറഞ്ഞിട്ട് സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഓർഗാനിക്കിലുള്ള ആസിഡാണ് COH ഗ്രൂപ്പ് വരുന്ന കാർബോക്സിലിക് ആസിഡുകൾ. പിന്നെ ഹാലോ ഗ്രൂപ്പ് ക്ലോറോ, ബ്രോമോ, അയഡോ അങ്ങനെ ഹാലോജൻസ് വരുന്നിട്ടുള്ളത്. പിന്നെയുള്ളത് ഈ ഓക്സി ഗ്രൂപ്പ്, ഈഥറുകൾ വരുന്ന. അപ്പോൾ ഐസോമെറിസം കഴിഞ്ഞല്ലോ അല്ലേ? പിന്നെ യൂണിറ്റ് 7. ആ യൂണിറ്റ് 7-ല് കുറെ കെമിക്കൽ ഇക്വേഷൻസ് ആണ് പറയണത് അല്ലേ? 5 തരം 5 ഇക്വേഷൻസ് ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്, കമ്പഷൻ. ടീച്ചർ അത് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞു തരും. ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് പറയാനല്ലേ. ഇത് ഈ ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ ഈ 5 എണ്ണം ഇതുപോലെ തന്നിട്ട് ഇക്വേഷൻസ് ഏതെങ്കിലും ഇക്വേഷൻസ് തന്നിട്ട് ഇത് ഓരോന്നും ഏത് ടൈപ്പിൽ പെടുന്നതാണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനത്തിന്റെ ഇക്വേഷൻ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് റിയാക്ഷനിൽ പെടുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു പോവാം. എന്നിട്ട് അപ്പൊ നമുക്ക് കിട്ടിക്കോളും എങ്ങനെയാണ് വരിക എന്നുള്ളത് അല്ലെ. സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് വെച്ചാൽ ആദേശം ചെയ്യാം. എന്താ, ഒരു ആറ്റം മാറി ആ സ്ഥാനത്ത് മറ്റൊരു ആറ്റം വന്നു ചേരുക അല്ലെ. ഇവിടെ ഹൈഡ്രോ കാർബണിലെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി ആ സ്ഥാനത്ത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്ലോറിൻ വെച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ വെച്ചിട്ട് ആദേശ രാസപ്രവർത്തനം നടക്കും. അപ്പൊ ഒരു ബൈ പ്രൊഡക്റ്റ്, ഒരു ഉപ ഉൽപ്പന്നം കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്, HCl അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ആറ്റം മാറി ആ സ്ഥാനത്ത് മറ്റൊരു ആറ്റം വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആദേശ രാസപ്രവർത്തനം. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. അത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സിലാണ് ആഡിങ് വരിക. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലാണ് ആഡിങ് വരിക. അപ്പൊ എന്ത് ചെയ്യും, ഈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ആവും. ബോണ്ട് ബ്രേക്ക് ആവും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. ബോണ്ട് ബ്രേക്ക് ആയി അവിടെ ഒരു വാലൻസിയാ അല്ലേ. അപ്പൊ എന്തുണ്ടാവും, അതിന്റെ ആ വാലൻസിയിൽ ഈ ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് അഡീഷൻ കഴിയുമ്പോൾ സിംഗിൾ ബോണ്ട് ആവും. പിന്നെ പോളിമറൈസേഷൻ, അതിന്റെ ഇക്വേഷൻ കുറച്ച് ടഫ് ഉണ്ട്. ഇക്വേഷൻസ് കുഴപ്പമില്ല, എളുപ്പമാണ്. ഒരു തരം അഡീഷൻ തന്നെ എന്ന് പറയാം പോളിമറൈസേഷന്. അഡീഷൻ പോലെയാണ് അല്ലേ, അഡീഷൻ പോലെയല്ലേ. സിംഗിൾ ബോണ്ട് ആവുന്നു, ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്നു, അപ്പുറത്തും ബാലൻസി വരുന്നു, അവിടെ വന്ന് അടുത്ത യൂണിറ്റ് വന്ന് ജോയിൻ ബ്രാക്കറ്റ് ഇട്ട് ഓൾറെഡി. അതെ. അതിലത്തെ ആ സ്മോൾ യൂണിറ്റിനെ നമ്മൾ മോണോമർ എന്ന് പറയും അല്ലേ. ആ മോണോമറിന്റെ കൂടെ പോളി എന്ന വാക്ക് ചേർത്താൽ പോളിമറായി. എത്തീൻ, പോളിത്തീൻ, നമ്മുടെ പോളിത്തീൻ കവറൊക്കെ. അതുപോലെ തന്നെ PVC അല്ലെ, പോളി വിനൈൽ ക്ലോറൈഡ്. എപ്പോഴും ചോദിക്കും കേട്ടോ, PVC-നെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഒരു ടെഫ്ലോണും അതിന്റെ യൂസ്, കുക്ക്വെയർസ് പാനിലൊക്കെ ഇന്നർ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെഫ്ലോൺ കോട്ടിങ്. പൊട്ടിപ്പിടിക്കാത്ത, ദോശയ്ക്ക് ഉണ്ടാക്കും പൊട്ടിപ്പിടിക്കാത്ത പാത്രം ഇല്ലേ, ടെഫ്ലോൺ നോൺ സ്റ്റിക് പാത്രം. പിന്നെ കമ്പഷൻ, നെക്സ്റ്റ് റിയാക്ഷൻ, അത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതാവില്ലേ, അത് ടീച്ചർ ഒന്ന് പറഞ്ഞു തരും. ഇപ്പൊ ഈ ഹൈഡ്രോ കാർബണിൽ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യണതാണ് കത്തുക, കമ്പഷൻ. അത് കത്തുമ്പോൾ ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ കാർബണും ഹൈഡ്രജനും ആണല്ലോ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള വാട്ടറും ഉണ്ടാവും. അപ്പം ഹീറ്റും ഉണ്ടാവും. അതാണ് കമ്പഷൻ. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ധാരാളം ഹീറ്റ് ഉണ്ടാവും. നമ്മളുടെ ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോൾ ഇതാണല്ലോ ഈ കമ്പഷൻ, ഇതാണ് നടക്കുന്നത് അവിടെ അല്ലെ. അപ്പൊ ഈ റിയാക്ഷൻ നമുക്ക് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് എല്ലാവരും പ്രൊഡക്റ്റ് എഴുതും, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ എന്ന് എഴുതും. പക്ഷെങ്കിൽ ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ട് തന്നെ എഴുതാം. ബാലൻസിങ് അറിയാലോ. ഈ ചെറിയ ഇടതുഭാഗത്തുള്ള റിയാക്ടൻസിന്റെ ആറ്റങ്ങളുടെ എണ്ണവും പ്രൊഡക്റ്റിലത്തെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാക്കണം. അപ്പൊ അത് ബാലൻസ് ചെയ്ത് എഴുതണം എന്നുള്ളത്. അല്ലെങ്കിലും ഏത് കെമിക്കൽ ഇക്വേഷനും നമ്മൾ എഴുതുമ്പോൾ ബാലൻസ് ചെയ്തിട്ടേ എഴുതാവൂ. അത് ഇക്വേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സുഖം അല്ലേ.
ഇതിലെല്ലാം ഇത് കാർബണും വാട്ടർ ഉണ്ടാവുന്ന കാരണം നമുക്ക് എളുപ്പമാണ്. ഈ പറഞ്ഞ 5 കെമിക്കൽ ഇക്വേഷൻസും 5 റിയാക്ഷന്റെയും നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ. N ഉണ്ടെങ്കിൽ പോളിമറൈസേഷൻ, ഡബിൾ ബോണ്ട് റിയേജൻസിൽ ഉണ്ടായി, പ്രൊഡക്റ്റിൽ സിംഗിൾ ബോണ്ട് ആയെങ്കിൽ അഡീഷൻ. ഇതിന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു ബൈ പ്രൊഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു, അത് കണ്ടാൽ നമുക്ക് അറിയാം അല്ലെ. ഈ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, തെർമൽ ക്രാക്കിംഗ്. അതും കണ്ടാൽ അറിയില്ലേ. ഒരു വലിയൊരു മോളിക്കുലർ ഫോമിൽ ഉള്ളത് എയർ ഇല്ലാണ്ടാകുമ്പോൾ ബ്രേക്ക് ചെയ്ത് 2 3 എണ്ണായി മാറും. ക്രാക്കിംഗ്, തെർമൽ ക്രാക്കിംഗ്, പൊട്ടി ചെറിയ കഷ്ണങ്ങളായി മാറുന്നു. താപീയ വിഘടനം എന്ന് പറയാം. പിന്നെ നമുക്ക് മെത്തനോളും എത്തനോളും അതുണ്ടല്ലോ, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ അല്ലേ. അത് OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സ് ആണല്ലോ ഈ ആൽക്കഹോൾസിൽ. 2 പ്രധാനപ്പെട്ട ആൽക്കഹോളുകളെ നമ്മൾ പഠിക്കണത്, മെത്തനോളും എത്തനോളും. മെത്തനോളിനെ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്നാണ് പറയാ, വുഡ് സ്പിരിറ്റ്. എത്തനോളിനെ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നാണ് പറയും. എത്തനോളിനെ ഈ ഇതിന്റെ മെത്തനോളിന്റെ നിർമ്മാണം പഠിക്കാനുണ്ട് അല്ലേ. മെത്തനോളിന്റെ നിർമ്മാണം അതുപോലെ തന്നെ ഉപയോഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെ മെത്തനോൾ നിർമ്മിക്കുക ഓർക്കണുണ്ടോ? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മെത്തനോൾ കിട്ടും. പിന്നെ എത്തനോൾ നമ്മൾ ബിവറേജസ് ആയിട്ട് യൂസ് അത് തടയാൻ വേണ്ടി നമ്മൾ ഡീനേച്ചർ ചെയ്യാൻ വേണ്ടി മെത്തനോൾ ഉപയോഗിക്കുന്നു, ഓർക്കുന്നുണ്ട് അല്ലേ. അത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. എത്തനോളിന്റെ നിർമ്മാണത്തിന്റെ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടാ. സുക്രോസ് C12H22O11, അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈസ്റ്റ് ഇട്ടിട്ട് ഫെർമെന്റേഷൻ നടത്തും. അപ്പൊ ഈസ്റ്റിൽ 2 എൻസൈം ഉണ്ട്, ഇൻവെർട്ടേസും സൈമേസും. ആദ്യത്തെ ഘട്ടത്തിൽ ഇൻവെർട്ടേസ്, അത് മറക്കരുത് കേട്ടോ പേര്, ഇൻവെർട്ടേസ്. രണ്ടാമത്തെ ഘട്ടത്തിൽ സൈമേസ്. ആദ്യം ഇൻവെർട്ടേസ്, I ആണല്ലോ ആദ്യം വരുന്നത്, Z അവസാനല്ലേ. ആദ്യത്തെ ഘട്ടത്തിൽ ഇൻവെർട്ടേസ് റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും അവർ രണ്ടുപേരും ഐസോമറാ, C6H12O6 അല്ലേ. ഒരേ മോളിക്കുലർ ഫോമിലെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്. എന്നിട്ട് അത് വീണ്ടും എടുത്ത് എഴുതിയിട്ട് അതിനെ സൈമേസ് റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എത്തനോളായി മാറും. അപ്പൊ ആ കിട്ടുന്ന അതിന്റെ ആ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് 2-3 വേർഡ്സ് മീൻസ് അത് ടേംസ് ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ആ കിട്ടുന്ന ആൽക്കഹോള് 8 മുതൽ 10 വരെ വീര്യമുള്ളതാണ്. അതിനെ വാഷ് എന്നാണ് പറയുന്നത്. ഈ വാഷിനെ നമ്മൾ ഫ്രാക്ഷൻ അപ്പൊ എന്ത് കിട്ടും? റെക്ടിഫൈഡ് സ്പിരിറ്റ്. അത് 96.5% വീര്യമുള്ളതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അതിന് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. 99% വീര്യമുള്ളതാണ് ഇതിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാ പറയാ അല്ലേ. പിന്നെ ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിൽ കുറച്ച് പെട്രോൾ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് പവർ ആൽക്കഹോൾ. വാഹനങ്ങളിലൊക്കെ ഡീനേച്ചർഡ് സ്പിരിറ്റ് ഉണ്ടല്ലോ, ഡീനേച്ചർഡ് സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ ഈ സ്പിരിറ്റ് നമ്മള് എത്തനോൾ അല്ലേ ഇപ്പൊ പറയണത്. എത്തനോളിന്റെ ധാരാളം ഉപയോഗങ്ങളുണ്ട്. മരുന്നുകളുടെ സോൾവെന്റ് ആയിട്ട്, അതുപോലെ തന്നെ ഫാക്ടറി ആവശ്യങ്ങൾക്ക് റിയേജൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ സാനിറ്റൈസർ ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് അപ്പൊ അങ്ങനെ ധാരാളമായിട്ട് ഈ എത്തനോളിന് ഉപയോഗമുണ്ട്. ഇത് തന്നെയാണ് ബീവറേജ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും എടുക്കുന്നത്. അപ്പൊ ഒരു പരിധിയിലപ്പുറം ബീവറേജ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയാൽ അപ്പൊ നമുക്ക് മറ്റാവശ്യങ്ങൾ നടത്താനായിട്ട് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ സ്വഭാവം കൂടെ കേടാക്കി ഡീനേച്ചർ ചെയ്തു. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ആൽക്കഹോളിനെ പറയുന്നവരെ ഡീനേച്ചർ സ്പിരിറ്റ്. മെത്തനോൾ ചേർക്കാറുണ്ട്, പിരിഡീൻ ചേർക്കാറുണ്ട്. അങ്ങനെ മെത്തനോളാണ് ചേർത്തതെങ്കിൽ അതിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. എസ്റ്ററുകൾ ഒരു തരം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ തന്നെയാണ്. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും ആണ് ഇവിടെ എടുക്കുന്നതെന്ന് മാത്രം. അപ്പൊ ഈ ആസിഡിലത്തെ ഈ OHും ആൽക്കഹോളിലത്തെ Hും കൂടി ചേർന്നിട്ട് വാട്ടർ ആയിട്ട് പോകും. ബാക്കി ഭാഗങ്ങൾ കൂടി ചേർന്നിട്ട് എസ്റ്റർ പാർട്ട് വരും. ഇക്വേഷൻ തന്നിട്ടുണ്ട്, ആ ഇക്വേഷൻ ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. പ്രൊപ്പേനേറ്റ് എത്തനോയേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവയുടെ പ്രത്യേകത എന്തിനാ ഉപയോഗിക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ സവിശേഷതയുള്ളത് നല്ല സ്മെല്ലാണ് അവയ്ക്ക്. നല്ല പ്ലസന്റ് ഫ്രൂട്ടി സ്മെൽ, നല്ല പഴങ്ങളുടെയും പൂവിൻ്റെ ഒക്കെ മണമാണ്. അപ്പൊ സ്ക്വാഷുകൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ പെർഫ്യൂംസ് ഉണ്ടാക്കാൻ, എന്താ പറയാ ജാമുകൾ, അങ്ങനെ ഫുഡ് പ്രൊഡക്റ്റിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പൈനാപ്പിളിന്റെയും വാഴപ്പഴത്തിന്റെയും അങ്ങനെ നല്ല സ്മെല്ലുള്ള വസ്തുക്കളാണ് എസ്റ്ററുകൾ.
പിന്നെ നമ്മുടെ സോപ്പിന്റെ ഒരു പോർഷൻ വരുന്നില്ല, അത് ഒന്ന് പറഞ്ഞു തരും. സോപ്പിന്റെ നിർമ്മാണത്തെ പറ്റിയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്താ ഹാർഡ് വാട്ടറും അതുപോലെ തന്നെ സോഫ്റ്റ് വാട്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. സോപ്പ് ലാദർ ചെയ്യാത്ത, സോപ്പ് പതയാത്ത വെള്ളമാണ് ഹാർഡ് വാട്ടർ. സോപ്പിന് അതൊന്ന് പറഞ്ഞു തരും. സോപ്പിന് 2 അഗ്രം ഉണ്ട്. ഒരു ഭാഗം വെള്ളത്തിൽ ലയിക്കുന്നതും മറ്റേ ഭാഗം എണ്ണയിൽ ലയിക്കണം. അപ്പൊ അഴുക്ക് നമ്മുടെ ദേഹത്തേക്ക് പറ്റിയിരിക്കുന്നത് എണ്ണയുമായിട്ട് ഒട്ടിപ്പിടിക്കുമ്പോഴാണ്. സോപ്പിട്ട് കഴുകുമ്പോൾ അവിടുത്തെ എണ്ണയുടെ ആ ഒരു ഒട്ടിപ്പിടിച്ച ഭാഗം അലിഞ്ഞു പോകും. അപ്പൊ അതോടുകൂടി അഴുക്കും പോകും. അങ്ങനെയാണ് സോപ്പ് അഴുക്ക് കളയണത്. അതോടൊപ്പം ഈ ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും കൂടി മനസ്സിലാക്കി വെക്കുക. ഡിറ്റർജൻസിൽ ഈ സോപ്പ് പതയായികയില്ല, കാരണം ഡിറ്റർജൻസ് പെട്രോളിയം പ്രൊഡക്ട്സ് അല്ലേ. അപ്പൊ നന്നായിട്ട് സോപ്പ് പതഞ്ഞോളും, അഴുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട്. സോപ്പ് ഡിറ്റർജൻസിനേക്കാളും ഇതിലായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയും, അതൊരു ചോദ്യം വരില്ല. സോപ്പ് അത്രയും കുഴപ്പമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിറ്റർജൻസ് ആണെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്, കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അത് പരിസ്ഥിതിക്ക് ദോഷമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. അവിടെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, വീട്ടിൽ തുണി കഴുകുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ച് തുണി കഴുകുന്ന ആ വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്ത് പുല്ലൊന്നും മുളച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ ആ മണ്ണിലത്തെ മൈക്രോ ഓർഗാനിസത്തിനെ മുഴുവൻ അത് നശിപ്പിക്കും. പിന്നെ വെള്ളത്തിൽ ചേർന്നാലും വെള്ളത്തിൽ കലർന്നാലും അത് പൊല്യൂട്ടഡ് ആയി മാറും. ആ വെള്ളത്തിലത്തെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവൊക്കെ കുറയുമല്ലോ. ഇനി മൊത്തത്തിൽ ഇപ്പൊ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞു യൂണിറ്റ് അല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, അടിപൊളിയാ. എല്ലാ ഭാഗവും നമ്മളൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനിയിപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ മൊത്തം നമുക്കതൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ നല്ലതാന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ ഇനി കൂട്ടുകാരോട് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കൂട്ടുകാരോട് ഇപ്പൊ അവരൊക്കെ പറഞ്ഞ സംശയങ്ങളൊക്കെ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ നന്നായി പറഞ്ഞു തന്നു. ടീച്ചർ അപ്പോൾ നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടാൻ സാധിക്കും. പബ്ലിക് എക്സാം വരുന്നത് നമുക്ക് 40 മാർക്കിൻ്റെയാണ് ടോട്ടൽ സ്കോർ വരുന്നത്. 10 മാർക്ക് CE ആണ്. ആ 10 CE സ്കോർ നമ്മളുടെ ആക്ടിവിറ്റി അനുസരിച്ച് കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ 40 മാർക്ക് സ്കോറിൽ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ആ കൂൾ ഓഫ് ടൈമൊക്കെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടും. ഇനിയുള്ള ദിവസങ്ങളിൽ പാഠഭാഗങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയോട് കൂടിയിട്ട് എല്ലാ ദിവസവും ഓരോ ദിവസവും ചെറിയ കുറച്ച് സമയമെങ്കിലും, ഒരു അരമണിക്കൂറാണെങ്കിലും ആ ഒരു സമയം വെച്ചുകൊണ്ട് ഓരോ ടോപ്പിക്കും ഒന്ന് റെഗുലറായിട്ട് റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാം കവർ ചെയ്യാനുള്ള സമയം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഏറ്റവും നല്ല മാർക്ക് വാങ്ങട്ടെ, നിറയെ A+ നിറഞ്ഞ് കുമിഞ്ഞ് കൂടട്ടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.